വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് എൻവയോൺമെന്റൽ സയൻസിന്റെ ആനുവൽ ഇവാലുവേഷൻ സമ്മേറ്റീവ് അസസ്മെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1, സേഫ് ജേർണി. ഒരു സ്കൂൾ ബസ്സാണ്. കുറച്ച് കുട്ടികൾ സ്കൂൾ ബസ്സിൽ കയറാൻ നിൽക്കുന്നു. കുറച്ച് കുട്ടികൾ എന്താണ് സ്കൂൾ ബസ്സിൽ ഇരുന്നുകൊണ്ട് പുറത്തേക്ക് കൈയും തലയൊക്കെ പുറത്തിട്ടിരിക്കുന്നു അല്ലേ. ഇനി ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് റോഡ് സേഫ്റ്റി റൂൾ ഈസ് വയലേറ്റഡ് ബൈ ദ ചിൽഡ്രൻ? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബേയിങ് ദിസ് റൂൾ? ഇവിടെ ഏത് റൂളാണ് ഈ കുട്ടികൾ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ കുട്ടികൾ പാലിക്കപ്പെടാതെ ലംഘിച്ചിരിക്കുന്നത് ഏതാണ്? എവിടെയാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യണത്? അതാ രണ്ടെണ്ണം ഉണ്ട് അല്ലേ. ഒന്ന് ഓടുന്ന ബസ്സിലേക്ക് കുട്ടി ചാടി കയറുന്നുണ്ട്. മറ്റൊന്ന് എന്താണ് കയ്യും തലയൊക്കെ പുറത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഡു നോട്ട് പുട്ട് യുവർ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഔട്ട്സൈഡ് ദ വെഹിക്കിൾ അല്ലേ. കയ്യും തലയും പുറത്ത് ഇടരുത്. അങ്ങനെ ഇട്ടാ എന്താ സംഭവിക്കുക? അതാ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വല്ല പോസ്റ്റിലോ മരത്തിലോ ഒക്കെ പോയി തലയിടിക്കും, പരിക്കേൽക്കും അല്ലേ. പോസ്റ്റിലോ മരത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ ഒക്കെ പോയി നമ്മുടെ ഇടിച്ച അപകടങ്ങൾ ഉണ്ടാവുന്നതാണ് അല്ലേ. അപ്പോൾ അത് പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന് നമ്മളുടെ രണ്ട് ഇതുണ്ട്. ഒന്ന് കുട്ടി കൈയും തലയും പുറത്തിട്ട് നിൽക്കുന്നതുണ്ട്. മറ്റൊന്ന് എന്താണ് ഓടുന്ന ബസ്സിലേക്ക് ഓടി കയറുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റൂൾസ്, ഒബേയിങ് ദിസ് റൂൾ ഹെൽപ്സ് പ്രിവെന്റ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ് ആൻഡ് കീപ്സ് ചിൽഡ്രൻ സേഫ് ഡ്യൂറിങ് വെൽ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഈ റൂൾസ് ഒക്കെ പാലിക്കപ്പെടേണ്ടതാണ് അല്ലെ. പാലിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആക്സിഡൻസും ഇഞ്ചുറീസും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇത്തരം ലോയുടെ പ്രത്യേകത അല്ലെങ്കിൽ നിയമങ്ങളുടെ പ്രത്യേകത, റൂളിന്റെ പ്രത്യേകത എന്താണ്? ഹെൽപ്സ് പ്രിവെന്റ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ്. ഹെൽപ്സ് പ്രിവെന്റ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ് ആൻഡ് കീപ്സ് ചിൽഡ്രൻ സേഫ് ഡ്യൂറിങ് ട്രാവൽ അല്ലെ. കുട്ടികൾ സേഫ് ആയിട്ടിരിക്കും, ആക്സിഡന്റിൽ നിന്നും ഇഞ്ചുറീസിൽ നിന്നൊക്കെ തടയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒബേയിങ് ദിസ് റൂൾ ഹെൽപ്സ് പ്രിവെന്റ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ്. അങ്ങനെയാണ് എഴുതേണ്ടത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എഴുതുമ്പോൾ എന്ത് എഴുതണം? ഒബേയിങ് ദിസ് റൂൾ ഹെൽപ്സ് പ്രിവെന്റ് ആക്സിഡന്റ് ആൻഡ് ഇഞ്ചുറീസ് ആൻഡ് കീപ്സ് ചിൽഡ്രൻ സേഫ് ആൻഡ് ഡ്യൂറിങ് ട്രാവൽ. ഇപ്പൊ ഇവിടെ ലംഘിക്കപ്പെടുന്ന രണ്ട് റൂൾസ് ഉണ്ട്. ഒന്ന്, കുട്ടികൾ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് കയറാൻ അല്ലെ, മൂവ് ചെയ്യുന്ന വണ്ടിയിലേക്ക് ഓടിപ്പോയി കയറാൻ വേണ്ടിയിട്ട് കയറുന്നു അല്ലെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ വെയിറ്റ് ഫോർ ദ വെഹിക്കിൾ ടു സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി ബിഫോർ ബോർഡിങ് ഓർ ഗെറ്റിംഗ് ഡൗൺ അല്ലേ. നമ്മൾ കയറാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വണ്ടിയിലേക്ക് കയറാനും ഇറങ്ങാനും പാടുള്ളൂ. ഓൾവേസ് വെയിറ്റ് ഫോർ ദ വെഹിക്കിൾ ടു സ്റ്റോപ്പ് കംപ്ലീറ്റ്ലി ബിഫോർ ബോർഡിങ് ഓർ ഗെറ്റിംഗ് ഡൗൺ. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് എഴുതാം. കൈയും തലയും പുറത്തിട്ട് നിൽക്കുന്നതുകൊണ്ട് ഓടിക്കയറുന്ന വണ്ടിയിലേക്ക്. അപ്പം ഇങ്ങനെ നിയമങ്ങൾ പാലിച്ചാലാണ് ആക്സിഡൻസും ഇഞ്ചുറീസും ഇല്ലാതിരിക്കുള്ളൂ, സേഫ് യാത്ര സാധ്യമാകുള്ളൂ. അപ്പൊ അതാണ് എഴുതേണ്ടത്. അടുത്തത്, റൈറ്റ് ഇനി 1 റോഡ് സേഫ്റ്റി റൂൾ വിച്ച് വി ഷുഡ് ഒബേ. നമ്മൾ പാലിക്കേണ്ട ഏതെങ്കിലും ഒരു സേഫ്റ്റി റൂൾ. ഇപ്പൊ മുകളിൽ എഴുതി തന്നെ ഉണ്ട്. എന്താണ്? ഡു നോട്ട് പുട്ട് യുവർ ഹാൻഡ്സ് ആൻഡ് ഹെഡ് ഔട്ട്സൈഡ്. കയ്യും തലയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പുറത്ത് ഇടാനായിട്ട് പാടില്ല. അതുപോലെ ഓടുന്ന വണ്ടിയിൽ എന്ത് ചെയ്യരുത്? ചാടി കയറരുത്. വണ്ടി നിർത്തിയതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക? കയറുകയും ഇറങ്ങുകയും ചെയ്യുക. പിന്നെ വണ്ടി കയറുമ്പോൾ എന്താണ്? ക്യൂ പാലിക്കുക. പിന്നെ എന്താണ്? റൈറ്റ് സൈഡ് നോക്കി നമ്മൾ എന്ത് ചെയ്യണം? നടക്കുക അല്ലേ. അതുപോലെ ഫുട്പാത്തിൽ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നടക്കാൻ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ മുകളിൽ എഴുതിയ ആൻസർ തന്നെ നിങ്ങൾക്ക് താഴേക്കെടുത്ത് എഴുതാവുന്നതാണ്. സി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പർപ്പസ് ഓഫ് ദ ട്രാഫിക് സൈൻ ഗിവൺ ഹിയർ. താഴെ ഒരു ട്രാഫിക് സൈൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ. എന്താണ്? തൊട്ടടുത്ത് എന്തുണ്ട്? സ്കൂൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരി. സി ഈസ് കറക്റ്റ്. ദർ ഈസ് എ സ്കൂൾ നിയർ ബൈ. ഓപ്ഷൻ 2 ആണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ഡി ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പെഡസ്ട്രിയൻസ് ഷുഡ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. എന്താ നിങ്ങൾക്ക് എഴുതാനുള്ള സംഭവം ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ദ റോഡ് സേഫ്റ്റി റൂളിൽ ഇത് എഴുതാം. പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്. എന്ത് ചെയ്യണം? കാൽനട യാത്രക്കാര് എന്താ ചെയ്യേണ്ടത്? റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ്, റോഡിന്റെ റൈറ്റ് സൈഡിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. റീസൺ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു സീ ദ വെഹിക്കിൾ ഫ്രം ദ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റിൽ നിന്ന് വന്ന വണ്ടികളെ കാണാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ എന്താണ്? ഇതിൽ റീസണും സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ മുകളിലത്തെ ഉത്തരവും എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത്,
ആക്ടിവിറ്റി 1 ബി ആണ് ഫസ്റ്റ് എയ്ഡ്. എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആർ റീഡിംഗ് എ ബുക്ക് ഓൺ ഫസ്റ്റ് എയ്ഡ്. സ്റ്റെപ്പ് ഇൻ ഫസ്റ്റ് എയ്ഡ് ടു ബി ഫോളോഡ് ആർ മിസ്സിംഗ്. ഫിൽ ദ മിസ്സിംഗ് പാർട്ട്. ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് വായിക്കുകയാണ്. എന്തിന്റെ ബുക്കിനെ കുറിച്ചാണ്? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ളതാണ് വായിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ആണ്. അപ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിസ്സായ പാർട്ട് എന്താന്ന് നോക്കാം. ഇൻ ദ ബ്രൂയിസ്ഡ് ഏരിയ, അതായത് നമുക്ക് വല്ല ചതവ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്ലൈ എ കോൾഡ് കംപ്രസ് ഓർ ഐസ് പാക്ക് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് സ്വെല്ലിങ്. എന്തെങ്കിലും ചതവ് പറ്റിയ ഭാഗത്ത് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് തുണി വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തണുത്തതോ ഐസ് പാക്കോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ തുണിയോ വയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്വെല്ലിങ്ങും പെയിനും കുറയാനായിട്ട് സഹായിക്കും. ഇഫ് ദർ ഈസ് ഫ്രാക്ചർ, ഇനി നമുക്ക് ഉണ്ടാക്കിയിരുന്ന ഫ്രാക്ചർ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അസ്ഥിക്കൊക്കെ പൊട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ, ഡു നോട്ട് മൂവ് ദ ഇഞ്ചേർഡ് പാർട്ട്, കീപ് ഇറ്റ് സ്റ്റിൽ യൂസിങ് എ സ്പ്ലിന്റ് ആൻഡ് ടേക്ക് ദ പേഴ്സൺ ടു എ ഡോക്ടർ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു മൂവ് ചെയ്യാൻ പാടില്ല അല്ലേ? ഡു നോട്ട് മൂവ് ദ ഇഞ്ചേർഡ് പാർട്ട്, കീപ് ഇറ്റ് സ്റ്റിൽ യൂസിങ് എ സ്പ്ലിന്റ് ആൻഡ് ടേക്ക് ദ പേഴ്സൺ ടു എ ഡോക്ടർ. എന്താണ്? ആ അസ്ഥിക്ക് പൊട്ടലുണ്ടായ ഭാഗത്ത് ഒരു സ്പ്ലിന്റ് ഉപയോഗിച്ച് നീളത്തിൽ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് കെട്ടിവെക്കുകയോ എന്നിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറിന്റെ അടുത്തേക്ക് പോവുകയോ വേണം. ഇങ്ങനെയാണ് നിങ്ങളത് എഴുതേണ്ടത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. സർക്കിൾ ദ ഐറ്റം വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ടാത്ത സാധനങ്ങൾ ഇതിനകത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോയില്, നോട്ട്ബുക്ക്, പെൻസില്, ബ്രൂം സ്റ്റിക്ക് അല്ലേ, ഇർക്കിൾ. ഇത്രയൊക്കെയാണ് വേണ്ടാത്തത്. ബാക്കിയെല്ലാം ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേണ്ട സാധനങ്ങളാണ്. രണ്ടാമത് പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഡോണ്ട് ഇൻസേർട്ട് ഒബ്ജക്റ്റ് ഇൻ ടു ദ ഇയർ. ചെവിക്കുള്ളിലേക്ക് ഒന്നും കുത്തി കയറ്റരുത്. ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ കയറ്റരുത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആക്ടിവിറ്റി 2 വെജിറ്റബിൾ ഗാർഡൻ. ക്ലാസിഫൈ ദ വെജിറ്റബിൾ ഇൻ ദ ഗാർഡൻ ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് വെജിറ്റബിൾസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലീവ്സ് യൂസ്ഡ് ഫോർ ഫുഡ്. ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ലീവ്സ് ഏതൊക്കെയാണ്? സ്പിനാച്ച്, ക്യാബേജ്, ഡ്രംസ്റ്റിക് ലീവ്സ് അല്ലേ? സ്പിനാച്ചിന്റെ, ക്യാബേജിന്റെ ഡ്രംസ്റ്റിക് ലീവ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതാം. നെക്സ്റ്റ് കുക്ക്ഡ് ഫോർ റോ ഫുഡ് ദാറ്റ് ക്യാൻ ബി കൺസ്യൂംഡ്. നമ്മൾ വേവിച്ചും വേവിക്കാതെയും കഴിക്കാവുന്നത് എന്തൊക്കെയാണ്? ക്യാരറ്റ്, കുക്കുംബർ, പിന്നെന്താണ്? പപ്പായ അല്ലേ? പപ്പായ, പിന്നെന്താണ്? ടൊമാറ്റോ. ഇതൊക്കെ എഴുതാം. റോ ആയിട്ടും കഴിക്കാം, അതുപോലെ നമുക്ക് വേവിച്ചും കഴിക്കാവുന്നത്. അപ്പം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ഫുൾ ഫ്ലവേഴ്സ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ. നമ്മൾ കഴിക്കുന്ന ഫ്ലവേഴ്സ് ഏതൊക്കെയാണ്? കോളിഫ്ലവർ, ബ്രൊക്കോളി, പിന്നെ ഓണിയൻ ഫ്ലവർ അല്ലേ? ഓണിയൻ ഫ്ലവർ, ഉള്ളിപ്പൂവൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? അതുപോലെ ഡ്രംസ്റ്റിക് ഫ്ലവർ അല്ലേ? മുരിങ്ങപ്പൂവിൻ്റെ ഇതൊക്കെ കഴിക്കാറുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തെന്ന്? ടൊമാറ്റോ, ബ്രിഞ്ചാൾ, മാംഗോ, പിന്നെ പപ്പായ, പിന്നെ ജാക്ക് ഫ്രൂട്ട്. ഇതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതാവുന്നതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് പെയർ. ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. സോയില്, പോണ്ട്, ഡ്രൈ ഡേ, ബാത്ത്. നെക്സ്റ്റ് വാട്ടർ റിസോഴ്സ്, പേഴ്സണൽ ഹൈജീൻ, ഫാമിംഗ്, മോസ്കിറ്റോ കൺട്രോൾ. ഇതിലേതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോയില് ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ്. പോണ്ട് വാട്ടർ റിസോഴ്സ് ആയിട്ടാണ്. ഡ്രൈ ഡേ മോസ്കിറ്റോ കൺട്രോളിനാണ് ഡ്രൈ ഡേ ആചരിക്കുന്നത്. ബാത്ത് പേഴ്സണൽ ഹൈജീൻ ആണ്. ഇത് വരുന്നത് ഓപ്ഷൻ 2 ആണ്. A3, B1, C4, D2. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി 3 there are 2 ക്വസ്റ്റ്യൻ. ഇവിടെ 3Aയും 3Bയും തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 3 അവർ ലാൻഡ് കേരള. റൈറ്റ് ദ നെയിം ഓഫ് ദ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരളം ഓൺ ദ മാപ്പ് ഓഫ് ഇന്ത്യ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? കേരളത്തിന്റെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഇതിനകത്തും അടയാളപ്പെടുത്തണം കേട്ടോ. നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടതാണ്. തമിഴ്നാടും കർണാടകയാണ്. അപ്പം നമ്മൾ അവിടെ അടയാളപ്പെടുത്തണം. തമിഴ്നാട്, കർണാടക എന്ന് അടയാളപ്പെടുത്തണം. ഇവിടെ അടയാളപ്പെടുത്താൻ നമുക്ക് നോക്കാം. തമിഴ്നാട്, കർണാടക അല്ലേ? ഇത് കർണാടകയും ഇത് തമിഴ്നാടും. ഇത് രണ്ടുമാണ് അടയാളപ്പെടുത്തേണ്ടത്. എഴുതുക. തമിഴ്നാടും കർണാടക എന്ന് എഴുതുക. ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ സീ അഡ്ജസൻറ്റ് ടു കേരളം.
കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സീ ഏതാണ്? അറേബ്യൻ സീ, അറബിക്കടലാണ്. അറേബ്യൻ സീ എന്ന് എഴുതുക. സി ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളം ഇൻ ദ ടേബിൾ. നമ്മൾ ഡിസ്ട്രിക്ട് വിത്ത് സീഷോർ, കടൽ തീരമുള്ള ജില്ലകൾ ഏതൊക്കെ? ഡിസ്ട്രിക്ട് ദാറ്റ് ഡു നോട്ട് ഹാവ് സീഷോർ, കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കടൽ തീരമുള്ള ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇനി കടൽ തീരം ഇല്ലാത്തത് ഏതൊക്കെയാണ്? വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, അല്ലെ? അപ്പൊ ഇതിലും ഏതെങ്കിലും 3 എഴുതുക. അടുത്തത് സ്കൈ വ്യൂ. വിച്ച് സ്ഫിയേഴ്സ് ഇൻ ദ സ്കൈ ആർ യു ഫെമിലിയർ വിത്ത്? ഇലിസ്ട്രേറ്റ് അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് റൈറ്റ് ദ നെയിംസ്. നമ്മൾ വലിപ്പത്തിനനുസരിച്ച് സണ്ണ്, എർത്ത്, മൂണിനെ നിങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പുട്ട് എ ടിക്ക് മാർക്ക് എഗൈൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റോങ് മാർക്ക് എഗൈൻസ്റ്റ് ദ റോങ് വൺ. ഇതിൽ സണ്ണിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ ശരിയായിട്ടുള്ളതിന് ടിക്ക് മാർക്കും റോങ് ആയിട്ടുള്ളതിന് ക്രോസ് മാർക്കും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൺ ഈസ് എ സ്റ്റാർ, അത് കറക്റ്റ് ആണ്. ദ സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദ എർത്ത്, അതും ശരിയാണ്. കമ്പയർഡ് ടു ദ സൺ ദ മൂൺ ഈസ് വെരി ഫാർ ഫ്രം ദ എർത്ത്, തെറ്റാണ്. കമ്പയർഡ് ടു ദ എർത്ത് ദ സൺ ഈസ് സ്മോളർ, അപ്പൊ അതും തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ളത്. സിയും ഡിയും തെറ്റാണ്, എയും ബിയും ശരിയാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തന്നിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ. ദ മൂൺ ക്യാൻ ഷൈൻ ബൈ ഇറ്റ്സെൽഫ്, മൂണിന് സ്വയം പ്രകാശിക്കാൻ കഴിയും എന്ന് പറയുന്നത്. ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ മൂൺ അറ്റ് നൈറ്റ് ഈസ് ഡ്യൂ ടു ദ ലൈറ്റ് ഓഫ് ദ സൺ. അപ്പോൾ ഈ പറയുന്നതിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 മാത്രമാണ് കറക്റ്റ്. മൂണ് എന്തുകൊണ്ടാണ് ലൈറ്റ് കാണുന്നത്? സണ്ണിന്റെ ലൈറ്റും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മൂണിനെ കാണുന്നത്. അപ്പോൾ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. 2 മാത്രമേ കറക്റ്റ് ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ്. കുറച്ച് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ഇത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്, സർവീസ് തന്നിട്ടുണ്ട്. ബാങ്ക് മണി ട്രാൻസാക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? പണം വിനിമയം ചെയ്യാൻ വേണ്ടി. സ്കൂൾ എന്തിനാണ്? എഡ്യൂക്കേഷന് വേണ്ടിയാണ്. ലോ ആൻഡ് ഓർഡർ എടുക്കുന്ന എവിടെയാണ്? പോലീസ് സ്റ്റേഷനാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് എഴുതാം, പോസ്റ്റ് ഓഫീസ് എഴുതാം, അതുപോലെ ഹോസ്പിറ്റൽ എഴുതാം, അല്ലേ? അപ്പൊ അതിന്റെ സർവീസും കൂടെ എഴുതാവുന്നതാണ്. 2ാമത്തെ ബി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി എൻഷുർഡ് വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ്? ഒരു ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഷുഡ് ബി എൻഷുർഡ്? ഏതൊക്കെയാണ്? സ്യൂട്ടബിൾ ടു ദ ക്ലൈമറ്റ് suitable ആണ് നോക്കുക. ഇറ്റ് ഷുഡ് ബി സെക്യൂർ, ഇറ്റ് ഷുഡ് ബി എ കോൺക്രീറ്റ് ഹൗസ്, ഇറ്റ് ഷുഡ് ഹാവ് ഡെക്കറേറ്റീവ് ഇലക്ട്രിക് ബൾബ്സ് ഇൻ എവരി റൂം. ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ എയും ബിയുമാണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ്. സ്യൂട്ടബിൾ ടു ദ ക്ലൈമറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ളത് വീടുകൾ വേണം നമ്മൾ പണിയാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഷുഡ് ബി സെക്യൂർ ആയിരിക്കണം. ഇത് രണ്ടും നമ്മൾ നോക്കേണ്ടതാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന് പറ്റാത്ത രീതിയിലുള്ള ഒരു ഹൗസാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പോൾ ഓപ്ഷൻ 4 എ ആൻഡ് ബി ആർ കറക്റ്റ് എന്നാണ്. ഇനി ആക്ടിവിറ്റി 5 നാഷണാലിറ്റി ആൻഡ് പോസിബിലിറ്റീസ് ഓഫ് മാപ്പ്. ഇവിടെ കുറച്ച് സിമ്പിൾസും അതിന് ചേർന്നിട്ടുള്ള അതിൻ്റെ ഇതും തന്നിട്ടുണ്ട്. നിങ്ങൾ അത് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. നാഷണൽ ആനിമൽ ആരാണ്? ടൈഗർ ആണ്, അങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുക. നാഷണൽ ട്രീ ബനിയൻ ട്രീ, അങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുക. നാഷണൽ എംബ്ലം, ഇതാണ് നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്. നാഷണൽ എംബ്ലം. അടുത്തത് നാഷണൽ ട്രീ അല്ലേ? ഓക്കെ, നാഷണൽ എംബ്ലം. അടുത്ത നാഷണൽ ബേർഡ് എന്ന് പറയുന്നത് പീകോക്ക്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് മാച്ച് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒബ്സർവ് ദ മാപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ് ഓഫ് യുവർ ഡിസ്ട്രിക്ട്. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പേര് എഴുതുക, അതിൻ്റെ നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് എഴുതുക, ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ മൈ ഡിസ്ട്രിക്റ്റ് എന്തെന്നാണ്, ഇപ്പോൾ പാലക്കാട് അല്ലെങ്കിൽ എറണാകുളം, തൃശ്ശൂർ, അങ്ങനെ ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അത് എഴുതുക. നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഡിസ്ട്രിക്റ്റ്, ഇപ്പോൾ പാലക്കാടാണെങ്കിൽ മലപ്പുറം, തൃശ്ശൂർ എന്ന് എഴുതുന്ന പോലെ നിങ്ങളുടെ എറണാകുളത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഡിസ്ട്രിക്റ്റുകൾ അല്ലെങ്കിൽ തൃശ്ശൂർ, മലപ്പുറം ഏതാണോ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ചെയ്യുന്നത് അതിന് തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് എഴുതുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. പാലക്കാടാണ് ഇപ്പോൾ മലമ്പുഴ എന്നൊക്കെ നമ്മൾ എഴുതില്ലേ, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എഴുതുക. ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.